കൈയെടുത്ത് കുമ്പിട്ട് സംസാരിക്കുകയാണ്. അവരാധിച്ച് നടക്കുന്ന ആണുങ്ങളോടും പെണ്ണുങ്ങളോടും നിങ്ങൾക്ക് കഴപ്പ് മൂത്ത് അല്ലെങ്കിൽ കഴപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് ഈ പാവം പിടിച്ച കുഞ്ഞുങ്ങളെ ബലിയാടാക്കരുത്. റിക്വസ്റ്റ് ആണ്. കാരണം ഇതുപോലുള്ള വാർത്തകൾ കണ്ടും മടുത്തിട്ടാണ് ഈ പറയുന്നത്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ TP ചന്ദ്രശേഖരനെ വെട്ടിയ സമയത്ത് 53 വെട്ടോ 52 വെട്ടോ കണ്ട് അതുപോലെ തന്നെയാണ് ഈ കുഞ്ഞിന്റെ ശരീരത്ത് ഈ നായിന്റെ പട്ടി മോൻ ആ കുഞ്ഞിനെ ഉപദ്രവിച്ചത്. എങ്ങനെ തോന്നുന്നട നിനക്ക്? എങ്ങനെ തോന്നുന്നു നിനക്ക്? എടാ, അത് നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? എടി നീ സത്യം പറഞ്ഞ നിന്റെ കഴപ്പ് തീർക്കാനും അവന്റെ ലൈംഗിക വൈകൃതവും അവന്റെ സൈക്കോപാത്തും തീർക്കാൻ വേണ്ടി ഈ കുഞ്ഞിനെ എന്തിനു നീ ആ നാറിയുടെ മുമ്പിൽ ഇട്ടുകൊടുത്ത് നീ ഡാൻസും ഉണ്ടാക്കാൻ പോയി? ഇനി ഒരു മാതാപിതാവിന് സഹിക്കത്തിലടി ആ നാറി ആ കുഞ്ഞോട് ചെയ്ത പ്രവൃത്തികൾ. മനസ്സിലാവുന്നുണ്ടോ? മനസാക്ഷിയുള്ള മനുഷ്യന്മാർക്ക് സഹിക്കത്തിലടി. ഞാൻ ഇത്രയും വിഷമിച്ചാണ് എൻ്റെ ലൈഫിൽ ഇനി ഒരു വീഡിയോ ചെയ്തിട്ടില്ല. പക്ഷെ കുഞ്ഞിൻ്റെ 2 കൈയും എനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. സത്യം, ഈ നായിൻ്റെ മക്കൾക്ക് ഈ ലോകത്ത് കൊടുക്കാവുന്നതിലും ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണം. അത് നിങ്ങളെ കൊണ്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങളിലേക്ക് കൊടുക്കുക. കാരണം അത്രയ്ക്ക് വലിയ വിഷങ്ങളാണ് ഇവര്. 2 കഴിവേറികളാണ് ആ കുഞ്ഞിനെ, ഒന്നും അറിയാത്ത ആ കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. ആ കുഞ്ഞിന്റെ ആത്മാവിന് ശാന്തി കിട്ടാനെങ്കിലും ഈ കൊലയാടി മക്കൾക്ക് നല്ല ശിക്ഷ കൊടുക്കണം. ഇതൊരു സാധാരണക്കാരനായ ഒരാളുടെ വിലാപമായിട്ട് കണ്ടാൽ മതി. കാരണം എനിക്ക് അത്രയ്ക്ക് വിഷമം സഹിച്ചാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ആ കുഞ്ഞിന്റെ മുഖം, ആ കുഞ്ഞ് അനുഭവിച്ച പെയിൻ, അതിന്റെ ജനനേന്ദ്രിയം, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അത് മൂത്രമൊഴിക്കുന്നതിനകത്ത് ആഴത്തിലുള്ള മുറിവ്. ഒന്ന് ചിന്തിച്ചു നോക്കി, ആഴത്തിലുള്ള മുറിവ് എങ്ങനെയാണ് തായോളി? സോറി, ഞാൻ ഈ നാട്ടിലുള്ള യുവരത്നങ്ങളോട് സീരിയസ് ആയിട്ട് പറയുകയാണ്. നിങ്ങൾക്ക് കഴപ്പുണ്ടാകാം. നിങ്ങൾക്ക് ഒരു 10, 18, 20 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് ലൈംഗിക ആസക്തി ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങൾ ഉണ്ടാകാം. അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ വെച്ച് നിങ്ങൾ ജീവിക്കുക. ഈ ഡിവോഴ്സ് കേസൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് കൊച്ചിനെ വേണം എന്ന് വാശി പിടിക്കാൻ തള്ളമാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എപ്പോഴും പറയാം, നിങ്ങൾക്ക് നോക്കാൻ പറ്റത്തില്ലെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഒരു വാശിപ്പുറത്ത് കൊച്ചിനെ മേടിച്ച് അതിനെ കൊലയ്ക്ക് കൊടുക്കാൻ നിൽക്കരുത്.